ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എനർജി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളിൽ നിന്നും അകന്നു പോയപ്പോൾ ഈ വ്യക്തി തകർന്നു പോയിരിക്കുന്നു. നിങ്ങൾ ഇത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക, നിങ്ങൾക്കിടയിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. എന്താണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, നിങ്ങളില്ലാത്തത് കൊണ്ട് ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് നോക്കാം. എന്താണ്, ഏതൊരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഈ ഒരു കാർഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഗ്രീവിങ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എനർജി, അതായത് ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സങ്കടത്തിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല നിങ്ങളുമായിട്ട് ഇത്രമാത്രം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് കടന്നു പോകും എന്നുള്ളത്. അതായത് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എന്ത് കാണിച്ചാലും എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനമായിരുന്നു. അല്ലെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഓവർ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അനാവശ്യമായിട്ടുള്ള ആത്മവിശ്വാസം, മനസ്സിലായോ? ഒരു ഓവർ കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്തൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളോട് മിണ്ടാതിരിക്കുക, നിങ്ങളെ വേദനിപ്പിക്കുക, നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക, നിങ്ങളെ ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക, ഈ പേഴ്സൺ റൺ ചെയ്തുകൊണ്ട് പോവുക, നിങ്ങളെ ചേസ് ചെയ്യിപ്പിക്കുക, ഇതെല്ലാം ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ നിശബ്ദതയ്ക്ക് മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിശബ്ദമായിട്ടിരിക്കുന്നുണ്ടാകാം, ഈ പേഴ്സന്റെ അടുത്തേക്ക് പോകുന്നില്ലായിരിക്കാം, ഈ പേഴ്സന്റെ പുറകെ നിങ്ങൾ പോകുന്നത് നിർത്തിയിട്ടുണ്ടാകാം. ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം ദുഃഖത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് ഈ വ്യക്തിക്ക് സഹിക്കാനാകുന്നില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. മനസ്സിലായോ? സത്യത്തില് ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഈ ഒരു കാർഡ് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമത്തിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പേഴ്സൺ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഈ പേഴ്സൺ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലെസ്ഡ് ആണ്. ആൻഡ് ഓൾസോ ദ നമ്പർ 22 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇറ്റ്സ് ഓൾസോ ആൻ ഏഞ്ചൽ നമ്പർ. എല്ലാത്തിലുപരി ഇതൊരു ബാലൻസിങ് നമ്പർ ആണ്. 2 + 2 = 4 ആണ്. അത് 4ന്റെ ആ ഒരു പകുതി വരുന്നതും 2 എന്ന് പറയുന്ന ആ ഒരു കോമൺ നമ്പർ ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതൊരു 2:2 എന്ന് പറയുന്ന എനർജിയിലാണ് വരുന്നത്. ബാലൻസിങ് എനർജിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഈ പേഴ്സൺ നോക്കി കാണുന്നത് അത്രയും ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ്. ഓക്കെ, ഒരു ബാലൻസിങ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളെ വിട്ടു പോകരുതായിരുന്നു, നിങ്ങളെ പിരിഞ്ഞു പോകരുതായിരുന്നു, നിങ്ങളെ വേണ്ടാന്ന് വെക്കണ്ടായിരുന്നു. ഈ ഒരു കാര്യമാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം അനുഗ്രഹിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത്രമാത്രം പോസിറ്റീവ് എനർജി നൽകിക്കൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാറി നിൽക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ വരുന്നില്ല,
അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ പോലെ ഈ പേഴ്സന്റെ പുറകെ നടക്കുന്നില്ല, സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് നടക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിമാനമുണ്ട്, തീരുമാനമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ പേഴ്സൺ എത്രമാത്രം ഭാഗ്യവാനായിരുന്നു അല്ലെങ്കിൽ ഭാഗ്യവതിയായിരുന്നു എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ പേഴ്സൺ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതൊരു പാസ്റ്റ് ലൈഫ് എനർജിയും കൂടി കണക്ട് ചെയ്തിരിക്കുന്ന കാർഡാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഈ പേഴ്സണ് കഴിഞ്ഞ ജന്മത്തിലും ഉണ്ടായിട്ടുണ്ട്. ഐസോലേഷൻ ആണ്, ലാക്ക് ഓഫ് കണക്ഷൻ. അതായത് ഒന്നില്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ കാരണം ഈ വ്യക്തിയുടെ കയ്യിലിരിപ്പ് കൊണ്ട്, ഇപ്പൊ ഒരു പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ കയ്യിലിരിപ്പ് കൊണ്ട്, സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മറ്റുള്ളവരായിട്ടുള്ള കണക്ഷൻ എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തമായി ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥ. നമ്മൾ പറയില്ലേ, നമ്മുടെ കയ്യിലിരിപ്പ് കാരണം നമുക്ക് അങ്ങനെ വന്നു, എനിക്ക് അങ്ങനെ വന്നു പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ കയ്യിലിരിപ്പാണ് എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സന്റെ കയ്യിലിരിപ്പ് കാരണം, ഈ പേഴ്സന്റെ പ്രവൃത്തി ദോഷം കാരണം ഈ പേഴ്സൺ ഒരുപാട് കണക്ഷൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ഈ പേഴ്സൺ ഒരുപാട് കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം, ഒരുപാട് വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടാകാം, ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി എല്ലാം കൊണ്ടും എല്ലാ കണക്ഷനുമായിട്ട് വിട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു എനർജി എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ള എനർജിയും കൂടിയാണ്. മുജ്ജന്മത്തിൽ നിന്നും ഈ വ്യക്തി ക്യാരി ചെയ്തുകൊണ്ട് വന്നേക്കണേണ്. മുജ്ജന്മത്തിൽ നിന്നും ഈ പേഴ്സൺ അത് എടുത്തുകൊണ്ട് വന്നേക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ ജന്മത്തിലും ഈ വ്യക്തിക്ക് അത് അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇനി ഈ പേഴ്സൺ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് കറേജ് ആണ്, ആത്മധൈര്യമാണ്. കാരണം ഈ പേഴ്സൺ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളെങ്കിലും ഈ വ്യക്തിക്ക് ഇനി നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതായത് ഈ പേഴ്സൺ എല്ലാം നഷ്ടപ്പെട്ടു, ഈ പേഴ്സൺ ഇനി ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എങ്കിലും അത് മര്യാദക്ക് നേടിയെടുക്കണം, നല്ല നല്ല കാര്യങ്ങൾ നേടിയെടുക്കണം എന്നാണ് ആ ധൈര്യത്തോടു കൂടി എന്താ പറയാ, ഉള്ള കാര്യങ്ങൾ ഇനി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. മനസ്സിലായോ? അങ്ങനെയാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത്. ഉള്ള കാര്യങ്ങൾ ഇനി കുറെയൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഈ പേഴ്സന്റെ പ്രവൃത്തി ദോഷം കാരണം കുറെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇനിയും അത് കളയാൻ ഞാൻ തയ്യാറല്ല. ഉള്ളത് വെച്ചിട്ട്, ഉള്ളത് എന്താണോ ഇനി ഈ പേഴ്സണ് എന്താ പറയാ, നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം മാത്രമാണ്. അപ്പോൾ നിങ്ങളെ നേടിയെടുക്കുക, നിങ്ങളുടെ സ്നേഹം നേടിയെടുക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്, വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ് ആണ്. ഈ പേഴ്സൺ ഉറപ്പായിട്ടും ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഉറപ്പായിട്ടും ഈ പേഴ്സൺ വർക്ക് ചെയ്യും, ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടും. കാരണം ഈ പേഴ്സൺ ഒരു പാർട്ട്ണർഷിപ്പ് വേണം. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഈ വ്യക്തിക്ക് പറ്റുന്നില്ല. ഓക്കെ, ഒറ്റപ്പെടലിന്റെ വേദന നമ്മൾ ഓൾറെഡി കണ്ടു. ഒരു വ്യക്തി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്, ലാക്ക് ഓഫ് കണക്ഷൻസ് ആണ്. അത് പാസ്റ്റ് ലൈഫിൽ നിന്നും ക്യാരി ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന കണക്ഷൻ, ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഒറ്റപ്പെടൽ ഈ വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടലിനെയും ആ ഒരു നിശബ്ദതനെയും കീറി മുറിച്ചുകൊണ്ട് അവിടെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യാനും റീഫ്രെയിം ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ ഉറപ്പായിട്ടും പുതുപുത്തൻ ആശയങ്ങളും തീരുമാനങ്ങളും കൊണ്ടുവരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ പേഴ്സണ് സേഫ് അല്ല, ഈ പേഴ്സണ് പോസിറ്റീവ് അല്ല എന്ന് തോന്നിക്കുന്ന സ്ഥലത്ത് നിന്നും മാറി താമസിക്കാൻ അല്ലെങ്കിൽ മാറിപ്പോകാനായിട്ട്, ഇപ്പോൾ ഈ പേഴ്സൺ ഒരു കുറച്ച് കൂട്ടുകാരുണ്ടെന്ന് വിചാരിക്കുക, അവർ ശരിയല്ല എന്ന് ഈ വ്യക്തിക്ക് തോന്നുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്നും മാറിപ്പോകുന്നു, ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നു. ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സർട്ടൻ തേർഡ് പാർട്ടി ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടീനെ ഈ വ്യക്തി വേണ്ടാന്ന് വെക്കുന്നു. അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി ഈ വ്യക്തിക്ക് ശരിയല്ല, മുന്നോട്ട് പോകുന്ന ജീവിതത്തിൽ ആ തേർഡ് പാർട്ടി ഇനി ഉണ്ടായാൽ ശരിയാകത്തില്ല
എന്നുള്ളൊരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വരുന്നു. ഈ വ്യക്തി എന്ത് ചെയ്യുന്നു? ആ തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെക്കുന്നു. ഇനി അതല്ല, ഈ പേഴ്സന്റെ സ്വന്തം വീട്ടുകാരാണ് ശരിയല്ല എന്ന് തോന്നിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ താമസിക്കുന്ന വീടാണ് പറ്റുന്നില്ല എന്ന് തോന്നിക്കുന്നതെങ്കിൽ, ഈ വ്യക്തി അവിടം വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഈ വ്യക്തിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിക്കുന്ന സ്ഥലത്ത് നിന്നും, സാഹചര്യങ്ങളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും മാറിപ്പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓവറോൾ എനർജി റിലേഷൻഷിപ്പിനെ നോക്കുകയാണെങ്കിൽ, യെസ്, പുതുക്കി പണിയുക. ഒരു പഴയ കെട്ടിടം, പഴയ തല്ലിപ്പൊളിഞ്ഞ് കിടക്കുന്ന കെട്ടിടം, അത് പൊളിച്ച് പുതുക്കി വളരെ മനോഹരമാക്കി പണിയുക. ഇതാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. റീഫ്രെയിം ചെയ്യുക. ഈ ഒരു റിലേഷൻഷിപ്പ് റീഫ്രെയിം ചെയ്യാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ എന്തൊക്കെയോ ഒരുപാട് ജോലികൾ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പലപ്പോഴും ഈ പേഴ്സണ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ജോലിയുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒട്ടും സമയമില്ല. അപ്പോൾ ഈ പേഴ്സൺ അവൈലബിൾ ആകുന്ന സമയത്ത് നിങ്ങൾ അവൈലബിൾ അല്ല, നിങ്ങൾ അവൈലബിൾ ആകുന്ന സമയത്തോ ഈ പേഴ്സൺ അവൈലബിൾ അല്ല. അപ്പോൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതിനൊരു ബാലൻസ് കൊണ്ടുവരണം എന്നാണ്. അതായത് നിങ്ങൾക്ക് എത്ര തിരക്കാണെങ്കിൽ പോലും നിങ്ങളായിട്ട് സംസാരിക്കണം, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളെ ഫോൺ വിളിക്കണം, നിങ്ങളുമായിട്ട് ഒരു വാക്ക് സംസാരിക്കണം. ഇതാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കണം, ഇല്ലെങ്കിൽ പലതും മുന്നോട്ട് പോകുന്ന വേളയിൽ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പേടി, ഒരു ഉൾഭയം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.